ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മൽബറി മരം കാണിച്ചു തരാം. ഇതെൻ്റെ ആൻറ്റിയുടെ വീട്ടിലെ മരമാണേ. ഇവിടെ നിന്നാണ് ഞാൻ മൽബറി കമ്പ് വീട്ടിൽ കൊണ്ടുപോയി പിടിപ്പിച്ചേക്കുന്നത്. വീട്ടിൽ അത്യാവശ്യം മൽബറിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ വന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ഈ മൽബറിയുടെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന്. ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് വേറെ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം വലുതായിട്ടാട്ടോ പോയേക്കണേ. ഇവിടെ വീട്ടിലുള്ളത് ഞാൻ എപ്പോഴും പ്രൂൺ ചെയ്ത് ചെറുതാക്കി നിർത്തണം. കാരണം ഒത്തിരി മുകളിൽ പോയാൽ നമുക്ക് അവിടെ നിന്ന് പറിക്കാൻ പറ്റത്തില്ല. ആൻറ്റി ഇവിടെ ഒത്തിരി മുകളിൽ പോകുന്നതിനെയൊക്കെ വലിച്ച് ചാച്ച് മരത്തിലൊക്കെ തന്നെ കെട്ടും. അതൊക്കെ ചാച്ച് വെച്ചേക്കണ അമ്പുകളാണ്. അങ്ങനെ ചാച്ച് വെക്കുമ്പോൾ നമുക്ക് കാ പഴുക്കുമ്പോൾ പറിക്കാൻ എളുപ്പമുണ്ടാകും. അല്ലെങ്കിൽ ഒത്തിരി മുകളിലാകുമ്പോൾ നമുക്ക് പറിക്കാൻ ഏനം കിട്ടില്ല. മാത്രമല്ല കിളികൾ കൊത്തിക്കൊണ്ട് പോകും മൊത്തം. പിന്നെ ഇവിടെ ചെറിയൊരു തോട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് മുകളിലുള്ള കമ്പുകൾ നമ്മുടെ സൈഡിലേക്ക് ചാച്ചിട്ട് അതിൽ നിന്ന് പറിക്കാൻ പറ്റും. പിന്നെ ഇതിന് ആൻറ്റി പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കണില്ല. വീട്ടിലുള്ള മൽബറിക്ക് ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഞാൻ ആ നട്ട സമയത്ത് കുറച്ച് ആട്ടുംകാട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ട ഒന്നിച്ച് കൊല കുത്തിയിട്ടുണ്ടാവും. നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വള്ളി പോലെ ഒത്തിരി മേളിൽ പോയിട്ടുണ്ടാവും. അത്യാവശ്യം പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറിക്കാൻ പാകത്തിനുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ടായി നിൽക്കും. പിന്നെ എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത് വീട്ടിലുണ്ടാവുന്ന മൽബറി ഇത്ര വലുതല്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസാണ്. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന മൽബറി അത്യാവശ്യം വലിയതാണ്. നല്ല കറുത്തിട്ട് നല്ല വലിയ സൈസുണ്ട്. ഞാൻ അത്യാവശ്യം കുറേ പറിച്ചു തിന്നു. അത്രയേ ഉള്ളൂ. ബൈ.